ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് അമർത്തണേ കേട്ടോ. നമുക്കിന്ന് പൊട്ടറ്റോ ബജിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വളരെ എളുപ്പത്തിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഒരു 1/2 കപ്പ് കോൺഫ്ലവർ, അതിലേക്ക് ഒരു 3/4 കപ്പ് ഗ്രാം ഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മതിയാകും. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കായം കൂടി പോകാതെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് വളരെ കുറച്ച് സോഡാപ്പൊടി എന്നിവ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാവൂ, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മീഡിയം തിക്നെസ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കുക. അതേസമയം ഒരു വലിയ പൊട്ടറ്റോ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വളരെ മീഡിയം തിക്നെസ് അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ് ഉള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മാവ് ഇട്ട് മുക്കിയിട്ട് നമുക്കിതിൽ കാണാം തിക്നെസ് വലുതായിട്ട് എടുത്തിട്ടുള്ളൊരു തിൻ തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കളറ് മാറുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് സൈഡ് മാറ്റി കൊടുക്കുക, സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. മാവ് നന്നായിട്ടൊന്ന് ഫുള്ള് മുങ്ങിയതിന് ശേഷമേ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവൂ. സോഡാപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത് പൊട്ടറ്റോ ബജി ഒന്ന് നന്നായിട്ടൊന്ന് ബൾജ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടറ്റോ ബജി അല്ല സാധയായിട്ട് ഇരിക്കണമെങ്കിൽ സാധാരണ ഒരു ബൾജൊന്നും ചെയ്യാതെ വരുന്നെങ്കിൽ നമ്മൾ സോഡാപ്പൊടി വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാകും. വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ സോഡാപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോഴും കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബജി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.